Morning all. Yesterday or in our last class, we were discussing the boy and the balloon, and we have completed 4 scene. Then next we have to move page number 159, scene 5. Another street. In scene 5 we can see another street. മറ്റൊരു തെരുവാണ്. It is still drizzling. നമ്മൾ കണ്ടു അവിടെ മഴ ചാറ്റലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും എന്തുണ്ട്? ആ മഴ ചാറ്റലുണ്ട്, നിലച്ചിട്ടില്ല. ദി ബോയ് ഈസ് സീൻ റണ്ണിങ് ആഫ്റ്റർ എ വുമൺ ഹൂ ഹാസ് ആൻ അംബർല വിത്ത് ഹെർ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ കുട്ടി ഒരു സ്ത്രീയുടെ പുറകെ ഓടുകയാണ്. അവരുടെ കയ്യിലൊരു കുടയുണ്ട്. അപ്പോൾ ആ കുടയുള്ള സ്ത്രീയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഹി റീച്ചസ് ഹെർ, ഹോൾഡ്സ് ദി ബലൂൺ അണ്ടർ ഹെർ അംബർല ആൻഡ് വാക്സ് വിത്ത് ഹെർ. കുട്ടി അവളുടെ അടുത്തെത്തുകയാണ്. ഈ ബലൂൺ എന്ത് ചെയ്യാണ്? അവളുടെ ആ സ്ത്രീയുടെ കുടക്ക് കീഴിൽ പിടിച്ചിട്ട് ഇവൻ പുറത്തായിട്ട് എന്ത് ചെയ്യാണ്? നടന്നു പോവുകയാണ്. ദെൻ ദി ബോയ് വാക്സ് അപ് ടു നൺസ് വിത്ത് അംബർലാസ്. പിന്നെ കുട്ടി എന്താണ് ചെയ്യുന്നത്? 2 നൺസ്. എന്താ നൺസ്? നണ്ണ്, കന്യാസ്ത്രീകൾ, അവരെയാണ് നണ്ണ് എന്ന് പറയാം. അപ്പോൾ 2 നണ്ണുകൾ നടന്നു പോകുന്നുണ്ട്, 2 കന്യാസ്ത്രീകൾ നടന്നു പോകുന്നുണ്ട്. And one of them allows him to hold the balloon under her umbrella. അതിലെ ഒരു കന്യാസ്ത്രീ തൻ്റെ കുടക്കീഴിൽ ഈ കുട്ടിയുടെ ബലൂൺ പിടിക്കാൻ സമ്മതിക്കുകയാണ്. After that, the boy is seen walking with a man across a bridge, holding the balloon under the man's umbrella. അതിനുശേഷം കാണുന്ന കാഴ്ച എന്താണ്? ഈ കുട്ടി പാലത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ അയാളുടെ കുടക്കീഴിൽ അംബർല ഈ ബലൂൺ പിടിച്ച് പോകുന്നതാണ്. നെക്സ്റ്റ് ദി ബോയ് വാച്ചസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് മൗണ്ടഡ് സോൾജേഴ്സ് പാസ് ബൈ. പിന്നെ കാണുന്നത് എന്താണ്? ഈ കുട്ടി സോൾജേഴ്സ് അതുവഴി പാസ് ചെയ്യുന്നുണ്ട്, അവരെ നോക്കി നിൽക്കുന്നതാണ്. ദി ലാസ്റ്റ് സോൾജർ ഇൻ ദി ഗ്രൂപ്പ് ടേൺസ് ടു ലുക്ക് അറ്റ് ദി ബോയ് അമ്യൂസ്ഡ്. അതിലെ ലാസ്റ്റ് സോൾജിയർ, ഏറ്റവും പിറകിൽ പോകുന്ന ആ പട്ടാളക്കാരൻ, കവാത്ത് നടത്തുന്ന ആ പട്ടാളക്കാരൻ ഈ കുട്ടിയെ ഒരു ആശ്ചര്യത്തോടു കൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹി സ്റ്റാൻഡ്സ് ബൈ ദി സൈഡ് വാൾ ഓഫ് ആൻ ഓവർ ബ്രിഡ്ജ് ആൻഡ് വാച്ചസ് എ ട്രെയിൻ പാസിംഗ് അണ്ടർനീത്ത്. ഹി സ്റ്റാൻഡ്സ് ബൈ ദി സൈഡ് വാൾ ഓഫ് ആൻ ഓവർ ബ്രിഡ്ജ്. ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലെ ചുമരിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കുട്ടി ഇപ്പം എന്താ ചെയ്യുന്നത്? ട്രെയിൻ പാസിങ് അടിയിലൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദി ബോയ് ദെൻ റൺസ് എവേ ആൻഡ് ഡിസപ്പിയേഴ്സ്. പിന്നെ ആ ട്രെയിൻ പോയി കഴിയുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യാണ്? അവിടുന്ന് ഓടിപ്പോവാണ്, പിന്നെ അപ്രത്യക്ഷമാവുകയാണ്. ഇത്രയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ദെൻ സീൻ 6, അനദർ പാർട്ട് ഓഫ് ദി സ്ട്രീറ്റ്. ആ തെരുവിലെ മറ്റൊരു ഭാഗം. ദി ബോയ് റീച്ചസ് ഹോം. അവിടെയാണ് ആ കുട്ടിയുടെ വീട്. കുട്ടി വീട്ടിലെത്തുകയാണ്. ഹിസ് മദർ ഈസ് സീൻ വാച്ചിങ് ഹിം ഫ്രം ബിഹൈൻഡ് ദി ഗ്ലാസ് പെയിൻ ഓഫ് എ ഫ്രഞ്ച് വിൻഡോ അബോവ്. ഹിസ് മദർ ഈസ് സീൻ വാച്ചിങ് ഹിം ഫ്രം ബിഹൈൻഡ് ദി ഗ്ലാസ് പെയിൻ ഓഫ് എ ഫ്രഞ്ച് വിൻഡോ അബോവ്. അപ്പോൾ എന്താണ് കാണുന്നത്? അവൻ്റെ അമ്മ അവനെ വാച്ച് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്നിട്ട്. മുകളിലെ ഒരു ഗ്ലാസ് പെയിനിലൂടെ, അതായത് ജനൽ കണ്ണാടിയിലൂടെ അവനെ നോക്കുന്നുണ്ട്, തട്ടിൻ മുകളിൽ നിന്നിട്ട്. ഫ്രഞ്ച് വിൻഡോ അബോവ്. മുകളിലെ ഒരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട്. ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? എ വിൻഡോ വിച്ച് ആൾസോ ഫങ്ഷൻസ് ആസ് എ ഡോർ. ഡോറായിട്ടും പ്രവർത്തിക്കുന്ന ഒരു തരം വിൻഡോ, അതിനാണ് പറയുക ഫ്രഞ്ച് വിൻഡോ എന്ന് പറയാം. ഡോറായിട്ടും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ജനലായിട്ടും യൂസ് ചെയ്യാം, അത്രയും വലുതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനാലയിലൂടെ ചില്ലിലൂടെ ഈ കുട്ടിയെ വാച്ച് ചെയ്യാണ് അമ്മ. ഷീ ഷേക്സ് ഹെർ ഹെഡ് ഇൻ ഡിസപ്രൂവൽ. അവൻ ഈ ബലൂണുമായി വരുന്നത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? തല ആട്ടുന്നുണ്ട്, തല കുലുക്കുന്നുണ്ട്. ഡിസപ്രൂവൽ, അവനോടുള്ള ദേഷ്യം കാണിച്ചുകൊണ്ട്. ഡ്രോസ് ദി കർട്ടൻ ആൻഡ് ഡിസപ്പിയേഴ്സ്. ആ കർട്ടൻ ഇട്ടിട്ട്, ആ ജനാലയുടെ കർട്ടൻ ഇട്ടിട്ട് അവൾ അപ്രത്യക്ഷമാവാണ്. ആഫ്റ്റർ സം ടൈം ഷീ ഓപ്പൺസ് ദി വിൻഡോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ജനൽ തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ത്രോസ് ഔട്ട് ദി ബലൂൺ ആൻഡ് ക്ലോസസ് ദി വിൻഡോ.
ജനൽ തുറന്നിട്ട് ആ ബലൂൺ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇടുന്നതാണ്. കുട്ടി അകത്ത് കയറിയിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ബലൂൺ വാങ്ങിയിട്ട് ഈ ജനാല തുറന്നിട്ട് അതിലൂടെ പുറത്തേക്ക് ഇടുന്നതാണ് അടുത്ത കാഴ്ച. ദി ബലൂൺ ബോബ്സ് അപ്പ് ആൻഡ് ഡൗൺ ബട്ട് ഡസ് നോട്ട് ഗോ അവേ. ആ ബലൂൺ അങ്ങനെ മുകളിലും താഴേക്കും അങ്ങനെ കറങ്ങാണ്. ബട്ട് ഡസ് നോട്ട് ഗോ അവേ, പോകുന്നില്ല, എവിടേക്കും പോകുന്നില്ല. ബലൂൺ ആ ജനാലയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. ഇറ്റ് ഹോവേഴ്സ് അറൗണ്ട് ദി വിൻഡോ ഓഫ് ദി ബോയ്സ് ഹോം. ആ കുട്ടിയുടെ വീടിൻ്റെ ജനാലയുടെ ചുറ്റും അവിടെ എന്ത് ചെയ്യാണ്, ഇറ്റ് ഹോവേഴ്സ്, അത് ഹോവർ ചെയ്യാണ്. ഹോവർ മീൻസ് ചുറ്റിത്തിരിയുക. ഹോവേഴ്സ്. ഹോവേഴ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക. ആ ജനാലക്കരികിൽ ആ ജനാലക്കരികിൽ ആ ബലൂൺ ചുറ്റിത്തിരിയാണ്. The boy looks through the glass pane of the window at the balloon. The boy looks through the glass panes of the window at the balloon. ആ ജനാലയുടെ ചില്ലിലൂടെ കുട്ടി എന്ത് ചെയ്യാണ്, ചില്ലുകളിലൂടെ കുട്ടി ആ ബലൂൺ നോക്കുകയാണ്. He opens the window, walks out into the balcony and grabs the string of the balloon. കുട്ടി എന്ത് ചെയ്യാണ്, ആ ജനാല തുറന്നിട്ട് പുറത്തേക്ക്, അതായത് ബാൽക്കണിയിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് ഗ്രാബ്സ് ദി സ്ട്രിങ് ഓഫ് ദി ബലൂൺ. ആ ബലൂണിൻ്റെ സ്ട്രിങ് പിടിക്കുകയാണ് കുട്ടി. ആ ബലൂണിൻ്റെ നൂല്, ചരട് കുട്ടി കയ്യിലേക്ക് എടുക്കുകയാണ്. ദെൻ ഹി ഗോസ് ഇൻ വിത്ത് ഇറ്റ് ആൻഡ് ക്ലോസസ് ദി വിൻഡോ. വീണ്ടും അവൻ ആ ബലൂൺ എടുത്തിട്ട് അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാണ്, ജനലടച്ചു. സീൻ 7, ദി സ്ട്രീറ്റ്. 7ാമത്തെ സീൻ എന്താണ്, സ്ട്രീറ്റാണ്, തെരുവാണ്. ദി നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ. എ ഷോപ്പ് കീപ്പർ ഓപ്പണിംഗ് ദി ഷട്ടേഴ്സ് ഓഫ് ഹിസ് ഷോപ്പ്. എന്തൊക്കെയാണ് കാഴ്ച ആ സീനിൽ? ഒരു ഷോപ്പ് കീപ്പർ, ഒരു കച്ചവടക്കാരൻ തൻ്റെ ഷോപ്പിൻ്റെ ഷട്ടറുകളൊക്കെ തുറക്കുകയാണ്. എ പോസ്റ്റ്മാൻ ഡെലിവറിങ് മെയിൽ ടു എ വുമൺ ഓൺ എ ബാൽക്കണി. ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പോസ്റ്റ്മാന് കത്ത് കൊടുക്കുകയാണ്. ആൻഡ് എ ഹോക്കർ സെല്ലിംഗ് ഹിസ് വെയേഴ്സ് ഇൻ ദി സ്ട്രീറ്റ് ആർ സീൻ. ഒരു ഹോക്കർ മീൻസ് മെർച്ചൻ്റ്, കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, തൻ്റെ കയ്യിലുള്ള ഡ്രസ്സും മറ്റും എന്ത് ചെയ്യാണ്, സ്ട്രീറ്റിൽ വിൽപ്പന നടത്തുകയാണ്. ഇതൊക്കെയാണ് ആ കാഴ്ചയിൽ. എ റോ ഓഫ് കാർസ് ഇസ് ഇൻ പാർക്ക്ഡ് ഓൺ ദി സ്ട്രീറ്റ്. കാറുകളുടെ ഒരു നിരയായി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റിൽ. ഇതൊക്കെയാണ് ആ സീനിൽ കാണാൻ സാധിക്കുന്നത്. സീൻ 8, നെക്സ്റ്റ് സീൻ, ദി സ്ട്രീറ്റ് ബിഫോർ ദി ബോയ്സ് ഹൗസ്. ദി നെക്സ്റ്റ് മോർണിംഗ്, ആ കുട്ടിയുടെ വീടിന് മുന്നിലുള്ള ആ സ്ട്രീറ്റ് അടുത്ത ദിവസം കാണിക്കുകയാണ്. ദി ബോയ് ഓപ്പൺസ് ദി വിൻഡോ ഓഫ് ഹിസ് ഹൗസ് ആൻഡ് റിലീസസ് ദി ബലൂൺ ഇൻ ടു ദി എയർ. ആ കുട്ടി എന്ത് ചെയ്യാണ്, ആ ജനാല തുറന്നിട്ട് ഈ ബലൂണ് പുറത്തേക്ക് കാറ്റത്തേക്ക് പറത്തി വിടുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? അമ്മ നല്ല ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ കുട്ടി ആ ബലൂണ് പുറത്തേക്ക് പറത്തി വിടുകയാണ്. ദി ബോയ്, എന്നിട്ട് ആ കുട്ടി പറയാണ്, ബലൂൺ യു മസ്റ്റ് ഒബേ മീ ആൻഡ് ബി ഗുഡ്. നീ എന്നെ അനുസരിക്കണം, നീ നല്ല കുട്ടിയായി എന്നെ അനുസരിക്കണം എന്ന് ആ കുട്ടി ബലൂണിനോട് പറയാണ്. ഹി പോയിന്റ്സ് ഹി ഫിംഗർ അറ്റ് ദി ബലൂൺ ഇൻ എ വാണിംഗ് ജെസ്റ്റർ ആൻഡ് ക്ലോസസ് ദി വിൻഡോ. ഇതും പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് പോലെ കുട്ടി തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ബലൂണിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ വീണ്ടും ജനാലയെ അടക്കുകയാണ്. ദി ബോയ് കംസ് ഔട്ട്. ഇപ്പോൾ ബോയ് വീടിന്ന് പുറത്തിറങ്ങാണ്. ഈസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോവുകയാണ്. ഹി ലുക്സ് അപ്പ് അറ്റ് ദി ബലൂൺ ഹോവറിങ് എബോവ്. മുകളിൽ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടക്കുന്ന ആ ബലൂണിനെ കുട്ടി നോക്കുകയാണ്. ദി ബോയ്, എന്നിട്ട് കുട്ടി പറയാണ്, ബലൂൺ കം ഡൗൺ. ബലൂൺ താഴെ വരൂ. ദി ബലൂൺ ഫ്ലോസ് ഡൗൺ ടു ദി ബോയ് ജെന്റിലി. അപ്പോൾ ബലൂൺ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ അടുത്തേക്ക് പതുക്കെ താഴ്ന്നു വരികയാണ്. വെൻ ദി ബോയ് റൈസസ് ഹിസ് ഹാൻഡ് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദി സ്ട്രിങ്. കുട്ടി അതിൻ്റെ നൂല് പിടിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ ദി ബലൂൺ പ്ലേഫുള്ളി എവേഡ്സ് ഹിം. ബലൂണ് അവനെ കളിപ്പിക്കാൻ വണ്ണം എന്ത് ചെയ്യാണ്, അവനിൽ നിന്ന് മാറിപ്പോവാണ്. എവേഡ് ചെയ്യാണ്, ഒഴിഞ്ഞു മാറി. ഹി ഫൈനലി ലീവ്സ് ദി ബലൂൺ ആൻഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് അലോങ് ദി പേവ്മെൻറ്റ്.
അവൻ കുട്ടി വീണ്ടും ആ ബലൂണ് ഒഴിവാക്കി വീണ്ടും നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി ടു ദി സ്കൂളിലേക്ക്. ദി ബലൂൺ ഫോളോസ് ഹിം. അപ്പോൾ ബലൂൺ എന്ത് ചെയ്യാണ്, അവനെ ഫോളോ ചെയ്ത് പോവാണ്. ആൾവേസ് കീപ്പിംഗ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് ദി ബോയ്സ് റീച്ച്. പോകുന്നത് എങ്ങനെയാണ്, ഈ കുട്ടിയുടെ പിടിയിൽ അകപ്പെടാത്ത രീതിയിൽ, കുട്ടിക്ക് പിടി കൊടുക്കാത്ത രീതിയിൽ ബലൂണ് അവനെ ഫോളോ ചെയ്തു പോയി. ദി ബോയ് കംസ് ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. കുട്ടി കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി. ദർ ഈസ് എ ബ്ലാക്ക് ഡോഗ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സ്റ്റെപ്സ്. ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു കറുത്ത പട്ടിയുണ്ട്, കറുത്ത നായയുണ്ട്. വിച്ച് സ്റ്റാർട്ട്സ് ബാർക്കിംഗ് ആസ് ഇറ്റ് സീസ് ദി ബലൂൺ ഫോളോയിങ് ദി ബോയ്. ഈ ബലൂൺ ഈ കുട്ടിയെ ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് ഈ നായ എന്ത് ചെയ്യാണ്, ബാർക്ക് ചെയ്യാണ്, കുരക്കാൻ തുടങ്ങി. ദി ഡോഗ് ലീപ്സ് അപ്പ് ആൻഡ് ട്രൈസ് ടു ക്യാച്ച് ഇറ്റ്. ഈ നായ അതിൻ്റെ നേർക്ക് കുതിച്ചു ചാടി അത് പിടിക്കാൻ ശ്രമിച്ചു. ദി ബലൂൺ ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ്. ബലൂൺ എന്ത് ചെയ്തു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ആ നായ പിടിക്കാൻ നോക്കിയപ്പോൾ ബലൂൺ ഉയർന്നു പൊങ്ങി. അങ്ങനെ അത് അവസാനിക്കുകയാണ്. ഇതാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ്. സ്ക്രീൻ പ്ലേ ഇസ് റീകൺസ്ട്രക്റ്റഡ് ബൈ ഡോക്ടർ കെ.എം. ഷെരീഫ്. ഡോക്ടർ കെ.എം. ഷെരീഫാണ് ഈ സ്ക്രീൻ പ്ലേ ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തത്. ഇറ്റ്സ് എ ഫ്രഞ്ച് ഫിലിമാണ്. ദിസ് വാസ് റിട്ടൺ ബൈ ആൽബർട്ട് ലോമറിസി. വാസ് എ ഫ്രഞ്ച് ഫിലിം മേക്കർ, പ്രൊഡ്യൂസർ ആൻഡ് റൈറ്റർ. ഫ്രഞ്ച് നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള ആൽബർട്ട് ലാമോറിസി ആണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. He first came into prominence for directing and producing the award-winning short film White Mane. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് വൈറ്റ് മെയിൻ in 1953. His important works include The Red Balloon. നമ്മൾ ഈ വായിച്ച റെഡ് ബലൂൺ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. Stowaway in the Sky ആൻഡ് സർക്കസ് ഏഞ്ചൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഹി വോൺ ദി ഓസ്കാർ അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ ഇൻ 1956. 1956 അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി അല്ല, നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. എന്താണ്? നൗ ലെറ്റ് us watch the movie The Red Balloon and know more about the lonely boy. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് വായിച്ചത്. ഇനി ഈ സിനിമ നിങ്ങളോട് കാണാൻ പറയാണ്. ഈ റെഡ് ബലൂൺ എന്ന സിനിമ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ യു ക്യാൻ സീ ഇറ്റ്. റെഡ് ബലൂൺ എന്നോ അല്ലെങ്കിൽ ഇതിലെ സിനിമയുടെ പേര് അതെ, ദി റെഡ് ബലൂൺ എന്ന് തന്നെയാണ് ആ സിനിമയുടെ പേര്. അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സ്ക്രിപ്റ്റ് വെരി വെൽ. ഇതിലും കൂടുതൽ നന്നായിട്ട് ഈ സ്ക്രിപ്റ്റ് മനസ്സിലാക്കാനും സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലെ നോട്ട്സ്, ദർ ആർ 18 നോട്ട്സ്, അതൊക്കെ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ലെറ്റസ് റിഫ്ലക്റ്റ് എന്ന ഭാഗത്തുള്ള എഫ് ക്വസ്റ്റ്യൻസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ആൻസർ ചെയ്യുക, വായിക്കുക. ഇറ്റ്സ് വെരി സിമ്പിളാണ്, ആൻസർ ചെയ്യുക. ദെൻ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ്. Okay, in our next class. Today we can stop here. I think you are familiar with this script. Don't forget to see the film The Red Balloon, and you will thoroughly understand the script. Okay, thank you.